അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനും മാറത്ത് പൊൻകച്ച കെട്ടിയവനും ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യമുള്ള കാലുള്ളവനും പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, സൂര്യനെ വെല്ലുന്ന പ്രകാശമേറിയ മുഖമുള്ളവൻ, മൂർച്ചയേറിയ ഇരുവായ്ത്തരയുള്ള വാൾ പുറപ്പെടുന്ന വായുള്ളവൻ. ഇനി മേലാൽ സംഭവിക്കുവാനുള്ളത് യോഹന്നാന് പത്മോസ് ദ്വീപിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഈ ലോകത്തിൽ സംഭവിക്കുവാനുള്ള സംഭവങ്ങളെ കുറിച്ച് ദൈവം നമ്മോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെൽക്കം ടു ബ്ലാക്കറ്റ് ഓഫ് ഗ്ലോറി. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മഹത്വരമേറിയ ശുശ്രൂഷയാൽ കഴിഞ്ഞ നാളുകളിൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിച്ച പ്രവചന ശബ്ദങ്ങൾ മുഴുവനും യേശു കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചും മേഘപ്രത്യക്ഷതയെക്കുറിച്ചുള്ള അടയാളങ്ങളും വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യകാല പ്രവചനങ്ങളുടെ നിവർത്തീകരണങ്ങളുമാണ്. അതുകൊണ്ട് ദൈവശബ്ദത്തെയും ദൈവിക വചനങ്ങളെയും ഞാൻ അധികമായി ഭയപ്പെടുന്നു. ദൈവജനങ്ങളും ദൈവസഭകളും ഇനിയുള്ള അല്പകാലം വളരെ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ ഉച്ചരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിനാൽ ഇനി പറയാൻ പോകുന്ന പ്രവചന ശബ്ദങ്ങൾ വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടെ അവസാനം വരെ കേൾക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നത് പോലെ ഇന്ത്യയിലെ എല്ലാ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ദൈവിക പദ്ധതിയിൽ നിലനിൽക്കുന്ന എല്ലാ കർത്തൃദാസന്മാരും ഒരു മനസ്സോടെ ഒരുമിച്ച് നിന്ന് ഉണർവിന് വേണ്ടി ഈ ഭാരതത്തെ പിടിച്ചെടുക്കുവാൻ പോകുകയാണ്. മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ ഉണർവിന് വേണ്ടി നിൽക്കുന്ന അഭിഷിക്തന്മാരെ കൊല്ലുവാനും ഉപദ്രവിക്കുവാനും വരുന്ന മത തീവ്രവാദികൾ ഭയന്ന് തിരിച്ച് ഓടിപ്പോകുന്ന തരത്തിൽ ദൈവദൂതന്മാർ പാളയമിറങ്ങി നിൽക്കുന്ന കാഴ്ചകൾ കണ്ട് ഭയക്കുന്ന സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുള്ളതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം ഇനി അടങ്ങിയിരിക്കുകയില്ല. ദൈവം പുറത്തെടുക്കുവാൻ പോകുന്ന ധൈര്യശാലികളായ ഒരു കൂട്ടം യൗവനക്കാർ ഉണർവിനു വേണ്ടി ആത്മയുദ്ധം ചെയ്യുന്നവരായിരിക്കും. അഗ്നി അശ്വങ്ങളോടും ദൈവദൂതന്മാരോടും കൂടെ ആത്മാവിൽ സഞ്ചരിക്കുന്ന ഈ പ്രാർത്ഥനാ വീരന്മാർക്ക് അഥവാ അന്ത്യകാല അഗ്നി അഭിഷേകം പ്രാപിച്ച ഈ തലമുറകൾക്ക് പ്രായപരിധികളോ ആണെന്നോ പെണ്ണെന്നോ വേർതിരിവുകൾ ഉണ്ടാകയില്ല. ദൈവത്തിന്റെ ഹൃദയസ്പന്ദനം പിടിച്ചെടുക്കുന്ന വിശുദ്ധിയും പരിശുദ്ധാത്മാവിന്റെ നിറവുമുള്ള ആത്മാവിൽ വിവേചിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ അഥവാ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയോട് ഒരു സ്നേഹിതൻ എന്ന പോലെ ആശയവിനിമയം നടത്തുന്ന ശക്തമേറിയ ഒരു കൂട്ടം യൗവനക്കാരെ 2024 എന്ന ഈ വർഷം മുതൽ ദൈവം ശക്തിയോടെ പുറത്തെടുക്കുവാൻ പോകുകയാണ്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നടന്നതുപോലെയുള്ള എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ഇവരിലൂടെ ആവർത്തിക്കപ്പെടാൻ പോകുകയാണ്. പൂർവ്വ പിതാക്കന്മാരുടെയും പഴയ നിയമ പ്രവാചകന്മാരുടെയും ആത്മാവോടുകൂടെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടി നടക്കുമെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവവചനത്തിൽ തനിക്ക് ബോധിച്ചതുപോലെ കലർപ്പുകൾ കയറ്റാതെയും പ്രവചനത്തിൽ മായം ചേർക്കാതെ രാജ്യങ്ങളോടും രാജാക്കന്മാരോടും മുഖത്ത് നോക്കി ദൈവശബ്ദം വിളിച്ചു പറയുന്ന ശക്തമേറിയ പോരാളികളായിരിക്കും ഇവർ. ഇവർക്കെതിരായി അസൂയക്കാരും പരിഹാസികളും വിമർശകരും ശക്തിയോടെ എഴുന്നേറ്റ് വരും. പിന്നത്തേതിൽ അവർ പല്ലുകടിച്ച് ഉരുകിപ്പോകും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇത്തരത്തിൽ വലിയൊരു പെരുമഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ഈ ഉണർവ് നമ്മുടെ ഭാരതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ലോകത്ത് എല്ലായിടത്തും ഈ ഉണർവ് കത്തിപ്പടരാൻ പോവുകയാണ്. ഇതിനിടയിൽ നമ്മുടെ രാജ്യത്ത് പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ചില ദുരന്തങ്ങൾ സംഭവിക്കും. ഉത്തർപ്രദേശിലെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കൂട്ടം പക്ഷികൾ എന്തോ കണ്ട് ഭയന്ന് ചിതറിപ്പറന്നു പോകുകയും ഉഗ്രശബ്ദത്തോടെ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നത് പോലെയും ദേശം രണ്ടായി പിളർന്നു പോകത്തക്ക നിലയിൽ രാജ്യം നടുങ്ങി നിന്ന് പോകുന്ന ഭീകരമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. കണക്കെടുക്കുവാൻ പോലും കഴിയാത്ത വിധം ദാരുണ മരണങ്ങളും സംഭവിക്കും. വിനോദസഞ്ചാര കേന്ദ്രം പോലെ പ്രാണൻ കൊടുത്ത് പ്രതിഷ്ഠിച്ച് നിർമ്മിച്ചെടുത്ത ഭക്തന്മാരും തീർത്ഥാടകരും വിനോദസഞ്ചാരികളും കയറിയിറങ്ങുന്ന കെട്ടിടവും സ്ഥലവും പ്രതിഷ്ഠകളും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്ന് നിലം പൊത്തുകയും ചെയ്യും. അത് ഇന്ത്യ കണ്ടതിലും വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പമായിരിക്കും. യോഗ്യമാണെന്ന് പറഞ്ഞ ഇടം അയോഗ്യമായി പോകും. ഇത് ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഭാരതത്തിലെ ഇതര സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ ശ്രീലങ്കയുടെ മേൽ യഹോവയുടെ കരം ചലിക്കാൻ പോകുകയാണ്.
വിമാനമാർഗമായും കടൽ മാർഗമായും വരുന്ന സഞ്ചാരികൾക്ക് വളരെ ദൂരത്തു നിന്ന് തന്നെ കാണത്തക്ക നിലയിൽ ആകാശത്തോളം ഉയർത്തി പണി കഴിപ്പിക്കുവാൻ പോകുന്ന വിഗ്രഹ പ്രതിമകളുടെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യ പദ്ധതികളും നടപ്പിലാക്കുന്നതിനിടയിൽ തന്നെ തകർന്ന് നഷ്ടമായി പോകും. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 44 അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയും ഇല്ല. ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല. വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം. അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല. അവരുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നതുമില്ല. ലജ്ജിച്ചു പോകുന്നതേയുള്ളൂ. ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനും കൊള്ളരുതാത്ത വിഗ്രഹത്തെ വാർക്കുകയും ചെയ്യുന്നവൻ ആർ? ഇതാ അവന്റെ കൂട്ടുകാർ എല്ലാവരും ലജ്ജിച്ചു പോകുന്നു. കൗശലപ്പണിക്കാരോ മനുഷ്യരത്രേ. അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിൽക്കട്ടെ. അവർ ഒരുപോലെ ലജ്ജിച്ചു പോകും. ഇത്തരത്തിൽ മണ്ണും പൊടിയും അഴുക്കുമായി കിടക്കുന്ന ഒരു പ്രതലത്തിൽ വൈപ്പർ കൊണ്ടുവന്ന വെള്ളമൊഴിച്ച് കഴുകിക്കളയുന്നത് പോലെയുള്ള വ്യക്തമായ ശുദ്ധീകരണങ്ങൾ ആ ദിവസങ്ങളിൽ സംഭവിക്കും. ഒരു പട്ടണം, ഒരു ജനം, ഒരു ഭാഷ, ഒരു പേര് എന്ന അജണ്ടയോടുകൂടെ ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിയുവാൻ ആരംഭിച്ച നിമ്രോദിനെയും അവന്റെ ജനത്തിനെയും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളയുകയും പട്ടണം പണിയുന്ന പദ്ധതികളെയും തകർത്തു കളഞ്ഞ ദൈവം ഭാരതത്തിലെ ചില പ്ലാനുകളെയും ഏകത്വം എന്ന സംവിധാനങ്ങളെയും ചില ചട്ടങ്ങളെയും ചിഹ്നിച്ചു കളയാൻ പോവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 10 അധ്യായം 9 വാക്യത്തിൽ പറയുന്നത് പോലെ യഹോവയുടെ മുൻപാകെ നിമ്രോദിനെ പോലെ നായാട്ടി വീരൻ എന്ന പഴഞ്ചൊല്ലായി മാറിയതുപോലെ ഭാരതത്തിലെ ഏകാധിപതിയുടെ പേരും പഴഞ്ചൊല്ലായി മാറാൻ പോകുകയാണ്. ഭാരതത്തിലെ ഒരു പ്രത്യേക മതത്തിന്റെ ആരാധനാലയമായി ബന്ധപ്പെട്ട് അഴിച്ചുവിട്ട ആക്രമണങ്ങളും കലാപങ്ങളും പിന്നത്തേതിൽ അവർക്കെതിരായി പാസാക്കിയ പ്രഖ്യാപനങ്ങളും നിയമങ്ങളും അധികാര ഭരണങ്ങളുടെ നിലനിൽപ്പിന് തന്നെ വളരെ സാരമായി ബാധിക്കാൻ പോകുകയാണ്. അധികാര ഭരണങ്ങളെ സുരക്ഷിതമാക്കുവാൻ പുറത്തുവിടുന്ന ബില്ലുകളും അജണ്ടകളും ഉപായങ്ങളുമെല്ലാം അബദ്ധങ്ങളായി തിരിച്ചടിക്കുവാൻ പോകുകയാണ്. ഉയർത്തിക്കൊണ്ടുവന്നതെല്ലാം ശൂന്യമായി പോകും. അധികാര ഭരണം വിഭാഗിക്കപ്പെടും. പടുവൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. കൂടെയുള്ള വൃക്ഷങ്ങൾ വേരോടെ പിഴുതു വീഴും. 2-3 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ചലച്ചിത്രത്തിന്റെ കഥ അവസാനിച്ച് തീരുന്നത് പോലെ ചിലതിന്റെ കഥ അവസാനിക്കാൻ പോകുകയാണ്. 2024 ജനുവരി മാസം 24 എന്റെ പ്രാർത്ഥനയിൽ ഗുജറാത്തിലെ ആകാശത്തോളം ഉയർത്തി നിർമ്മിച്ച പ്രതിമയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അതിന്റെ കാൽപാദം മുഴുവനും കാടുപിടിച്ചും വള്ളിച്ചെടികൾ പടർന്നും ആ പ്രദേശം നിർജ്ജനമായി കിടക്കുന്ന ഒരു കാഴ്ച എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കണ്ടു. വെള്ളത്തിന്റെ ആഘാതത്തിൽ അടിസ്ഥാനം പകുതിയോളം ഒലിച്ചുപോയ, എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വീടിന്റെ കാഴ്ചയും ഈ വീട് വീഴ്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞു എന്നുള്ളൊരു ശബ്ദവും എന്റെ പ്രാർത്ഥനാ മുറിയിലുണ്ടായി. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 4 അധ്യായം 6-7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റും. നിരപരാധികളുടെ നേരെ ഉയർത്തിയ കൈകളും അവർക്കെതിരെ സംസാരിച്ച നാവുകളും എന്നേക്കുമായി താണുപോകും. ഡൽഹിയിൽ ഈ ദിവസങ്ങളിൽ അരിവാൾ കൊണ്ട് കറ്റ അറുത്തു മാറ്റുന്നത് പോലെയും ചൂലുകൊണ്ട് അടിച്ചുവാരി വൃത്തിയാക്കുന്നത് പോലെയുള്ള ചില വ്യക്തമായ സംഭവങ്ങൾ അരങ്ങേറാൻ പോകുകയാണ്. ഒരേ പൊക്കവും ഒരേ മുഖഭാവവുമുള്ള 7ഓളം വ്യക്തികളും അവരെ നയിക്കുന്ന ദൈവപുത്രനോട് രൂപസാദൃശ്യമുള്ള ഒരു മനുഷ്യനും ഡൽഹിയിലെ പ്രധാന പാതയിലൂടെ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അതേസമയം വിവിധ തരത്തിലുള്ള ശക്തികൾ ഇളകിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ശബ്ദവും എനിക്കുണ്ടായി. ഏകാധിപതിയുടെ അവസാന നാളുകളിൽ സർവ്വസൈന്യാധിപനായ ദൈവമായ യഹോവ ആരാണെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം തിരിച്ചറിയും. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3 അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയുകയും ദൈവം ആ തീച്ചുളയിൽ ഇറങ്ങി വന്ന് അവരെ സംരക്ഷിക്കുന്ന കാഴ്ച നെബൂഖദ്നേസർ കണ്ടിട്ട് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, ഈ വിധത്തിൽ വിടുവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല എന്ന് പറയത്തക്ക നിലയിൽ ഭാരതത്തിൽ ചില സംഭവങ്ങൾ നടക്കാൻ പോകുകയാണ്. കടുപ്പമേറിയ യുദ്ധങ്ങൾക്ക് തുടക്കമിടുന്നത് പോലെ ഇറാൻ, ഇറാഖ്, റഷ്യ, ചൈന, സിറിയ, യുക്രൈൻ, അമേരിക്ക പോലുള്ള ശക്തി രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അധികം നാശനഷ്ടങ്ങൾ വരുത്താത്ത രീതിയിൽ
മനുഷ്യരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ആകാശമാർഗമായി ദേശത്തിന്റെ മുകളിൽ വിഷവാതകം പടർത്തുന്ന പുതിയ യുദ്ധമുറകൾ പ്രയോഗിക്കാൻ പോകുകയാണ്. അതിനായി പ്രത്യേകം നിർമ്മിച്ചെടുത്ത യുദ്ധവിമാനങ്ങൾ ആകാശത്തിൽ നിരന്നു നിൽക്കും. വെളിപ്പാടിന്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കാനത്രേ അവർക്ക് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കൊത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിക്കുവാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടിക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മനുഷ്യമുഖം പോലെയുമായിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെയായിരുന്നു. ഇരുമ്പ് കവചം പോലെ ഇതിന് കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടക്കോടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെയായിരുന്നു. ഇത്തരത്തിൽ മരണമില്ലാത്ത വേദനയേറിയ ജൈവയുദ്ധങ്ങൾക്കായി പടക്കോടുന്ന കുതിരത്തേരുകളുടെ ഉഗ്രശബ്ദം പോലെ ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും വെട്ടിക്കിളികളെ പോലെ ആകാശത്ത് കുതിച്ചുയർന്ന് പറന്നു നടക്കുന്ന കാഴ്ചകൾ നാം കാണാൻ പോകുകയാണ്. അത് സകലവും നാശമാക്കി കളയുന്ന 3-ാം ലോക മഹായുദ്ധത്തിന്റെ ടെസ്റ്റ് ഡോസുകളായിരിക്കും. ആണവായുധ യുദ്ധ പരീക്ഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ തന്നെ നഷ്ടമായി പോകുന്നത് അധികാരികളുടെ ജീവനുകളായിരിക്കും. ഇസ്രായേലിന്റെ ഭരണാധികാരിയുടെ ശരീരത്തിലേക്ക് അപ്രതീക്ഷിതമായി വെടിയുണ്ടകൾ കയറിയിറങ്ങുന്ന തരത്തിലുള്ള ഭീകരമായ സംഭവങ്ങൾ നടക്കുന്ന ഒരു കാഴ്ച എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കണ്ടു. ഇസ്രായേലിൽ കുറച്ചു നാളത്തേക്ക് ഭരിക്കുവാൻ ഭരണാധികാരി ഇല്ലാതെയാകും. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു: അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുകയാണ്. ഇത് ഇസ്രായേലിൽ മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളിലും സമാനമായ സംഭവങ്ങൾ അരങ്ങേറാൻ പോകുകയാണ്. ഇസ്രായേൽ എന്ന രാജ്യം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുന്നത് വരെ ആ രാജ്യത്തിനെതിരായ യുദ്ധങ്ങൾ അവസാനിക്കുകയില്ല. ആമോസിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രായേൽ ഗൃഹത്തിൽ 1000 പേരായി പുറപ്പെട്ട പട്ടണത്തിന് 100 പേരായി ശേഷിക്കും, 100 പേരായി പോയതിന് 10 പേരായി മാത്രം ശേഷിക്കും. യഹോവ ഇസ്രായേൽ ഗൃഹത്തിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പിൻ. മറ്റൊരു വാക്യം ഇങ്ങനെ പറയുന്നു: അവർ കുത്തിയവരിലേക്ക് നോക്കും. റോം എന്ന രാജ്യത്തിന്റെ മേൽ യഹോവയുടെ കരം ഭാരമായി ഇറങ്ങാൻ പോകുകയാണ്. കൊളോസ്യത്തെ സംരക്ഷിക്കുവാൻ അവിടുത്തെ അധികാരികളും മിലിറ്ററി ഫോഴ്സുകളും വളരെ ജാഗ്രതയോടെ കാവൽ നിൽക്കുന്ന ചില കാഴ്ചകൾ നാം വാർത്താ മാധ്യമങ്ങളിലൂടെ കാണാൻ പോകുകയാണ്. പാകിസ്ഥാനും ഇന്ത്യയുമായി യുദ്ധം പ്രഖ്യാപിക്കും. യുദ്ധങ്ങളുടെ വലിപ്പം വർദ്ധിക്കുമ്പോൾ തന്നെ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യം തകർന്ന് തീക്കിരയാകും. അതിന്റെ പുക ലോകത്തിലെ സകല ജനങ്ങളും കാണത്തക്ക നിലയിൽ ഉയർന്നു നിൽക്കും. ഇതിന്റെ പരിണത ഫലമായി ലോകത്തിന്റെ പലയിടത്തും പിടിച്ചു നിൽക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ദാരിദ്ര്യവും ക്ഷാമവും ഉണ്ടാകും. കുറെ രാജ്യങ്ങൾ സമാധാനത്തോടെ ഭരിക്കും, ചിലത് കത്തി നശിക്കും. അറബ് രാജ്യങ്ങൾ പലതും വീണുപോകും. സ്വർഗത്തിൽ നിന്ന് ഒരു വാൾ പുറപ്പെട്ട് കൊടുങ്കാറ്റോടും കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഒരു ക്ലോക്കിന്റെ സൂചികൾ ക്രമം തെറ്റി വളരെ വേഗത്തിൽ കറങ്ങുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിച്ചു. ഇത് അവസാന നാളുകളാകയാൽ പീഡകളിലും ദുരന്തങ്ങളിലും അകപ്പെടാതിരിക്കുവാൻ യേശു കർത്താവിന്റെ വിലയേറിയ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട എല്ലാ ദൈവജനങ്ങളും രാജ്യങ്ങൾക്ക് വേണ്ടിയും ദേശങ്ങൾക്കും ഭരണാധികാരികൾക്ക് വേണ്ടിയും വളരെ ശക്തമാകുന്ന നിലയിൽ പ്രാർത്ഥനാ മുറിയിലും മുട്ടുമടക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ നിർബന്ധിക്കുന്നു. കടലിലും കരയിലും ആകാശത്തിലും ഇനി സംഭവിക്കുവാൻ പോകുന്ന ഭീകര സംഭവങ്ങൾ ഇനി വിവരിക്കുവാൻ കഴിയാത്തവയായിരിക്കും. ഭൂമിയുടെ ഇന്നർ കോറിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിമിത്തം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ ശക്തി കൂടുകയും കുറയുകയും ചെയ്യും. ലോകത്തിലെ ശക്തരായ ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തത്തക്ക നിലയിൽ വലിയ പ്രതിഭാസങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുകയാണ്. സുനാമികൾ രൂപപ്പെടുന്നത് പോലെ കടലിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും താഴുകയും ചെയ്യും. അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും സാധാരണയായി ഉണ്ടാകുന്നതിലും ഭീകരമായിരിക്കും. ഓസ്ട്രേലിയ, അമേരിക്ക, UK പോലുള്ള രാജ്യങ്ങളിലെ കാലാവസ്ഥാ സംവിധാനങ്ങളും ടൈം സിസ്റ്റങ്ങളും വളരെ വലിയ തോതിൽ വ്യത്യാസപ്പെടാൻ പോകുകയാണ്. മനുഷ്യരിൽ മഹാവ്യാധികൾ പിടിച്ച് ജനം മാനസിക രോഗികളെ പോലെയാകും. നദികൾ വറ്റി കടൽ വെള്ളം കലങ്ങി അശുദ്ധമാക്കുകയും
കാടുകളിലും ദേശങ്ങളിലും വലിയ വലിയ കെട്ടിടങ്ങളിലും കാറുകളിലും തീ പടർന്ന് കത്തി അപകടങ്ങൾ സംഭവിക്കുകയും സൂര്യന്റെ ചൂട് കഠിനമായി മനുഷ്യൻ മരണപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ വളരെ വലിയ തോതിൽ ഉണ്ടാകാൻ പോകുകയാണ്. ആകാശത്തിൽ ചില സാറ്റലൈറ്റുകളുടെ പ്രവർത്തനം നിലച്ചു പോകും. ഗ്രഹങ്ങൾക്ക് വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. കടലിന്റെ അടിയിലൂടെ കടന്നു പോകുന്ന ഇന്റർനെറ്റ് കേബിൾ വിച്ഛേദിക്കപ്പെടും. കടൽ യുദ്ധങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യും. കടലിന്റെ അടിത്തട്ടിൽ വളരെ വലിയ ഭൂകമ്പങ്ങളും ഉണ്ടാകാൻ പോവുകയാണ്. കരയിൽ പല രാജ്യങ്ങളിൽ വൈദ്യുതി നഷ്ടപ്പെടും. ഇത്തരത്തിൽ രാജ്യങ്ങൾ മൗനതയിലാകുകയും ദേശങ്ങൾ അന്ധകാരത്തിൽ പെട്ടുപോകുകയും ചെയ്യും. വെളിപ്പാടിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി മാറി. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങി കായ് ഉതിർക്കും പോലെ ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീണു. പുസ്തക ചുരുളുകൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലേക്കും ഒളിച്ചോടിപ്പോകും. ഭൂമിയിൽ ആർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ വരാൻ പോകുകയാണ്. 2026 മുതൽ ഹൈപ്പർ മാർക്കറ്റുകളിലും ബാങ്കുകളിലും ഹോസ്പിറ്റലുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും വളരെ കൃത്യതയോടും ശ്രദ്ധയോടും കൂടെ മനുഷ്യനെ വെല്ലുന്ന തരത്തിൽ ഇമോഷനുകളും ബുദ്ധിയുമൊക്കെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾ ലോകത്തെല്ലായിടത്തും സ്ഥാപിക്കപ്പെടാൻ പോകുകയാണ്. ഇവയ്ക്കൊക്കെ മനുഷ്യനുള്ളതുപോലെ ഗവൺമെന്റ് ഐഡികളും രജിസ്ട്രേഷനുകളും നിർബന്ധമാക്കും. മാതാപിതാക്കളും മക്കളും എന്നുള്ള കുടുംബ ബന്ധത്തിന്റെ പവിത്രത ഈ ലോകത്ത് നിന്ന് തന്നെ നഷ്ടപ്പെടത്തക്ക നിലയിലുള്ള വൺ വേൾഡ് പദ്ധതിയുടെ നിവൃത്തീകരണവും റോബോട്ടിക് വേൾഡിന്റെ അമിതമായ വികസനവും ഈ ലോകത്തെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പോകുകയാണ്. ഫ്യൂച്ചർ വേൾഡ് എന്ന വേൾഡ് വൈഡ് പ്രോജക്റ്റിന് രാജ്യങ്ങൾ ചില രഹസ്യ അജണ്ടകളിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏലിയൻസ് പോലുള്ള അന്യഗ്രഹ ജീവികളും മനുഷ്യനും റോബോട്ടുകളും ഒരുമിച്ച് വാഴുന്ന ഒരു ലോകം വരാൻ പോകുകയാണ്. അന്ന് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. യേശു കർത്താവിന്റെ മണവാട്ടിയായ സഭയും ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടിരിക്കും. അന്ന് ഈ ഭൂമി എതിർ ക്രിസ്തുവിന്റെ പൈശാചിക ഭരണത്താൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. ദൈവജനം ഉദാസീനതകളും പിണക്കങ്ങളും പരാതികളും വിട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാക്കുകയും വിശുദ്ധ ജീവിതവും വേർപാടോടും കൂടെ നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥനയിൽ ഗൗരവം കാണിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ നിർബന്ധിക്കുന്നു. ഈ ഭൂമിയും അതിലുള്ളതെല്ലാം നശിച്ചു പോകുകയും കത്തിച്ചാമ്പലാകുകയും ചെയ്യും. ഇത് അന്ത്യകാലമാണ്. ലോകാവസാനം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലാക്കുവാൻ കഴിയാത്ത ആത്മീയതയുടെ ഈ ലോകത്ത് നാം ആരും വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കുവാൻ വിവേചനം എന്ന കൃപാദാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനത്തിൽ ഇല്ലാത്ത സംവിധാനങ്ങളും യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടില്ലാത്തതും കാണിച്ചു തന്നിട്ടില്ലാത്തതുമായ സകലത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞും കൊണ്ട് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ആത്മാവിൽ ഓടിക്കയറുവാൻ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ നിർബന്ധിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42-ലും 44-ലും ഇങ്ങനെ പറയുന്നു: കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുവിൻ. നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ. ദൈവവചനം പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. വെളിപ്പാടിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു: ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.